എന്താണ് നാപ്പി റാഷ്? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കിത് വരുന്നത്? കുഞ്ഞുങ്ങളുടെ ഇടുക്കുകൾ അവരെപ്പോഴും ഇങ്ങനെ അടഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് എയർ കയറുന്നത് കുറവാണ്. ഈ നാപ്പി തുണി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയപ്പേഴ്സ് ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് ആയിട്ട് ഈ സ്കിന്നിലോട്ട് ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് കിടന്ന് ഒരയുന്നത് കൊണ്ട് കുഞ്ഞ് മലവും മൂത്രവും പാസ് ചെയ്യുമ്പം ആ സ്കിന്ന് എപ്പോഴും നനഞ്ഞാണ് ഇരിക്കുന്നത്. ആ നനവ് നിലനിൽക്കുന്നത് കൊണ്ട് ചില കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ചിലപ്പോൾ ഇച്ചിരി ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും കൂടെ ആയിരിക്കും, ഡ്രൈ സ്കിന്നും കൂടെ ആയിരിക്കും. അപ്പം ഇതെല്ലാം ഇറിറ്റേഷൻസ് ആണ്. ബേസിക്കലി ഇതൊരു ഇറിറ്റന്റ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ്. ചില കുഞ്ഞുങ്ങൾക്ക് ഈ നാപ്പി റാഷ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ലീഷൻസ് വന്നു കഴിയുമ്പം ഇതിൻ്റെ അകത്തോട് സൂപ്പർ ആഡഡ് ബാക്ടീരിയൽ വിത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വരികയും ചെയ്യുമ്പോൾ ഇത് വ്രണം പോലെ ആകുകയും എക്സസീവ് ക്രൈ ഇറിറ്റബിലിറ്റി വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യണം. തുണിയാണെങ്കിലും ഡയപ്പേഴ്സ് ആണെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ നോർമൽ വെള്ളം ഒഴിച്ച് മലവും മൂത്രവും പറ്റിപ്പിടിച്ചിരിക്കാതെ അത് വിടർത്തി കഴുകണം. നമുക്ക് നാപ്പി റാഷ് വരാതിരിക്കാനുള്ള ബാരിയർ ക്രീംസ് പുരട്ടാവുന്നതാണ്. സിങ്ക് ഓക്സൈഡ് ഉള്ള പേസ്റ്റാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വാസലിനോ അല്ലെങ്കിൽ നമ്മുടെ പെട്രോളിയം ജെല്ലിയോ പോലത്തത് പുരട്ടി കൊടുക്കാവുന്നതാണ്. കുറച്ച് സമയം തുറന്നിടണം, എയർ കയറുകയും ചെയ്യണം. പിന്നെ കുഞ്ഞ് അസ്വസ്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് കിടത്തുകയും ചെയ്യാം.